റിപ്പോർട്ടർ ചാനലിൽ വന്ന് നമ്മളെ മൈത്രേയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. പുള്ളി ലോകം സഞ്ചരിച്ച വ്യക്തിയൊക്കെ ആയിരിക്കും. എന്ത് ധിക്കാരത്തോടുകൂടിയാണ് പുള്ളി സംസാരിക്കുന്നത്. വിരൽ ചൂണ്ടി എതിരാളിക്കൊരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിലുള്ള അദ്ദേഹത്തെ എത്ര കുടുംബജീവിതങ്ങളാണ് പുള്ളിയുടെ പുസ്തകം ഇവിടെ നശിക്കുന്നതെന്നറിയും. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കാത്തുമ്പോൾ. പുള്ളി ലോകം ചുറ്റി സഞ്ചരിച്ച ആളായിരിക്കും. ഒരു ഹിന്ദു മേഡവും ഒരു പള്ളിയിലച്ഛനും പുള്ളിയും വിചാരണ കോടതിയിൽ പുള്ളിയുടെ വൈഫ് ജയശ്രീ പുള്ളി കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം. കാരണം ഇദ്ദേഹത്തിൻ്റെ അഭാവം കാണുന്ന ലേഡീസ് സത്യം പറഞ്ഞാൽ വഴിതെറ്റി പോകും. പുള്ളി പറയുന്നത് പുള്ളിയുടെ കുടുംബജീവിതമാണ്. പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ പുള്ളിയുടെ കുടുംബജീവിതം തികച്ചും പരാജയമായ സ്ഥാനത്ത് നിന്നാണ്, ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുള്ളി സംസാരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ എത്ര പെട്ടെന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സഹിക്കുകയും പാടുപെടുകയും അഡ്ജസ്റ്റ്മെൻറ്റും ഭാര്യ ഭർത്താവ് തമ്മിൽ എല്ലാം രീതിയിൽ വന്നെങ്കിലേ അത് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ പുള്ളി എന്താണ് ചെയ്തത്? പുള്ളിയുടെ മകള് അച്ഛനാരും അമ്മയെന്ന് പോലും പഠിപ്പിക്കാതെ മറ്റുള്ള കുട്ടികൾ അച്ഛനും അമ്മയെന്ന് വിളിക്കുമ്പോൾ മൈത്രേയനെന്ന് പഠിപ്പിച്ചു. ആ കുട്ടിയുടെ മനസ്സിൽ അന്നുണ്ടാകുന്ന വിഷമം എന്താണ്? എൻ്റെ അച്ഛനെന്ന് മറ്റുള്ള കുട്ടികൾ പറയുമ്പോൾ പുള്ളി അങ്ങനല്ല പഠിപ്പിച്ചത്. കാര്യം പുള്ളിക്ക് സ്വതന്ത്രനായി വിവരിക്കണം. പുള്ളി നേരത്തെ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യമാണ്. പുള്ളിക്ക് കുടുംബജീവിതം പറ്റത്തില്ല. ആദ്യം കല്യാണം കഴിച്ച് നിയമപരമായിട്ട് കഴിച്ചില്ല. പക്ഷേ പുള്ളി ഒരു ലേഡിയായിട്ട് കൂടി ഡോക്ടർ ജയശ്രീ. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു ഭാവം കാണണം. അവരെ അംഗീകരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ധിക്കാരം, അവരതിൽ മനോവിഷമെന്നത് അവർ സംസാരിക്കുന്ന അങ്ങേരെ സപ്പോർട്ട് ചെയ്തതാണെങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണമാണ്. അത് അങ്ങനല്ല, ഞാനാണ് ലോകം കണ്ടത്, ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ ലിവിങ് ടുഗദർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ പുള്ളി അതൊരു പ്രായമായപ്പോൾ അതിനെ വെറുതെ വിട്ട് പുള്ളിയുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അടുത്ത ഒരു ബന്ധത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ചില ന്യായീകരണങ്ങളാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. അവൻ അവിടെ ഹിന്ദു മേഡം എന്ന് പറയുന്ന ആ ഒരു കുടുംബിനിയായ ലേഡി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഇദ്ദേഹം വിരൽ ചൂണ്ടി അതിനെ എതിർക്കുകയാണ്. അതിന് മറുപടിയല്ല കൊടുക്കുന്നത്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും വരണ്ടെന്നുള്ള ഭാവത്തിൽ അദ്ദേഹം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമുക്കൊരു കുടുംബജീവിതത്തിൽ കുറേ സങ്കല്പങ്ങളുണ്ട്, ഭാര്യ ഭർത്തൃ സങ്കല്പങ്ങൾ. അതൊന്നും അന്ധവിശ്വാസമൊന്നും അനാചാരമൊന്നും മൈത്രേയൻ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഭാരതീയ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അനുസരിച്ച് ഒടിച്ചു വളയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നമുക്കതിന് പറ്റുമോ? നമുക്കൊരു കുഞ്ഞുണ്ടായി നമ്മളെ അച്ഛ അമ്മ എന്ന് വിളിച്ച് അവരെ സംരക്ഷിക്കുക എന്നൊരു ദൗത്യം നമുക്കില്ലേ? അപ്പോൾ പുള്ളി പറയുന്നത് അങ്ങനല്ല. ആണുങ്ങൾ അങ്ങനെ പോകുന്നില്ലേ? പെണ്ണുങ്ങൾക്കും അങ്ങനെ പോകാനുള്ള അധികാരമില്ലേ? ആണുങ്ങൾ അങ്ങനെ പോവുകയോ പെണ്ണുങ്ങൾ ഇങ്ങനെ പോവുകയോ അതെല്ലാം അതിൻ്റേതായ രീതിയിലങ്ങ് നടന്നുകൊള്ളും. കുടുംബജീവിതത്തിൽ ഭർത്താവ് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ അടുത്ത സുഖം കണ്ടെത്താൻ ചിലപ്പോൾ പോകുമായിരിക്കും രഹസ്യമായിട്ട്, ചിലപ്പോൾ ഭർത്താവ് പോകുമായിരിക്കും. പക്ഷെ തമ്മിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതാണല്ലോ കുടുംബജീവിതം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ലൈഫിൽ ഒരാളെ മാത്രമേ പാർട്ട്ണറായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അവരുടെ ഭാവിക്ക് വേണ്ടി അച്ഛൻ അമ്മ എന്ന് നാളെ അവരുടെ അറ്റ്ലീസ്റ്റ് വിവാഹം കഴിയും വരെയെങ്കിലും എങ്ങനെ ജീവിക്കുക, അവർക്കൊരു പേദോഷം ഉണ്ടാവാറ്. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ മകളെ കരികുസൃതി എന്ന മകളെ തള്ളി സ്വാതന്ത്ര്യമായിട്ടങ്ങ് വിട്ട് ആ കുട്ടിയെ. സെക്സ് പടത്തിൽ പോലും അഭിനയിക്കുന്ന രീതിയിൽ അവിടെയും പുള്ളിക്കൊരു പരാതിയില്ല, ഒന്നുമില്ല. അപ്പം പുള്ളി അതിന് പറയുന്ന ന്യായീകരണങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പുള്ളി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ മറുപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.